തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡൻ്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും ഒപ്പം മുൻ മന്ത്രി കെ രാജുവും ഇന്ന് ചുമതലയേൽക്കുകയാണ്. അതിന് ആ പശ്ചാത്തലത്തിൽ മുൻ പ്രസിഡന്റ് എന്ന് പറയണോ, മിനിങ്ങാന്ന് പറയുകയാണല്ലേ? അതെ അതെ. പുതിയ ഭരണസമിതി വരുന്നു. മണ്ഡലകാലത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ഇറങ്ങിയത്. അതെ അതെ അതെ. മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി പരമാവധി ബോർഡ് പരിശ്രമിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ അവിടെ പമ്പയിലാണെങ്കിൽ പോലും കൂടുതൽ ആളുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം, പിന്നെ സന്നിധാനത്ത് വേണ്ട ഒരുക്കങ്ങൾ, അരവണയുടെ കാര്യത്തിലാണെങ്കിലും അപ്പത്തിൻ്റെ കാര്യത്തിലായാലും അന്നദാനത്തിൻ്റെ കാര്യത്തിലായാലും ലഘുഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലും വളരെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ഇറങ്ങുന്നത്? 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങുന്നത്. അവിടെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. അവർക്ക് ചെറുതും വലുതുമായ കാര്യത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. സത്യസന്ധമായും സുതാര്യമായും ഭക്തിനിർഭരമായും മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ സ്വർണ്ണക്കൊള്ള വിവാദം ബോർഡിനെ തന്നെ മൊത്തത്തിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ തന്നെ ഒരു ആളുകളുടെ മുമ്പിൽ മോശമാക്കിയില്ലേ? അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം ജനങ്ങൾക്കിതെല്ലാം അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാനതിനെക്കുറിച്ച് കൂടുതലൊരു കമൻറ്റ് പറയുന്നില്ല. കാരണം ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാനത് അഭിപ്രായം പറയുന്നില്ല. അന്വേഷണം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നന്നായി അന്വേഷണം നടത്തി നല്ല ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു നല്ല ഏജൻസി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയല്ലേ. അപ്പോൾ അതിനുശേഷം നിലവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ SITക്ക് ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവർ വിളിച്ചാൽ പൂർണ്ണമായും പിന്നെന്താ, അപ്പം സ്വാഭാവികമല്ലേ. ഞങ്ങൾ കൂടി ആവശ്യപ്പെട്ടിട്ടല്ലേ ഈ അന്വേഷണം വച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി കോടതിയുടെ നിരീക്ഷണത്തിൽ ഇങ്ങനെ ഒരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരും. SIT ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും സംസാരിച്ചു? ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. മൊഴി എടുക്കാൻ അങ്ങനെ ഒന്നും പറഞ്ഞു? ഒന്നും വിളിച്ചിട്ടില്ല. നിലവിൽ പുതിയ പദവികളിലേക്ക് വല്ലതും പോവുകയാണോ? അല്ല, അതൊന്നും പറയാറായിട്ടില്ലല്ലോ. അതൊക്കെ സർക്കാർ കയ്യിൽ തീരുമാനിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് എന്തായാലും നമ്മളിൽ ഏൽപ്പിച്ച ഒരു കർത്തവ്യം സമ്പൂർണ്ണമായും അഭിമാനപൂർവ്വം ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ മനസാക്ഷിയോടാണ് നമ്മൾ മറുപടി പറയേണ്ടത്. ബാക്കിയൊക്കെ പിന്നെയാണ്. അപ്പം നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചാണ്. നമ്മുടെ മനസാക്ഷിയാണ് എൻ്റെ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഭക്തിനിർഭരമായി അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം പരമാവധി ചെയ്യുവാൻ ഈ ബോർഡ് പരിശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു ചാരിതാർഥ്യം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം വെച്ച ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികളും മുമ്പുണ്ടായിരുന്ന കട്ടളപ്പാളികളുമൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി എടുക്കണം എന്ന് SIT ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വഴി തന്നെ മൊത്തം നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതാണ്? അല്ലാതെ അങ്ങനെ തന്നെ വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് 17-ാം തീയതി അവിടെ എത്തുമെന്നാണ്. അത് അന്വേഷണത്തിൻ്റെ ഭാഗമല്ലേ. അന്വേഷണത്തിന് നമ്മളാണോ അതിൻ്റെ തന്ത്രിയുമായി സംസാരിച്ചത്? പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ, ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അത് ആ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അത് നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൂർണ്ണ സന്തോഷത്തോടെ, മനസാക്ഷി കുത്തില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഇനി പുതിയ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് PS പ്രശാന്ത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.